ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ VT രവി സീതത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു, തൻ കുരിശോടെന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിലർപ്പിച്ചു. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു, തൻ കുരിശോടെന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിലർപ്പിച്ചു. മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനം. രാവിലത്തെ ചിന്തയ്ക്ക് ആധാരമായി 128 സങ്കീർത്തനം 1 വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. തിരുവെഴുത്ത് അനേക ഭാഗ്യവാന്മാരെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ഭാഗ്യവാനാണ് 128 സങ്കീർത്തനം പരിചയപ്പെടുത്തുന്ന യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനെന്ന് ഓർപ്പിക്കുന്നു. യഹോവയുടെ വഴി എന്ന് പറയുമ്പോൾ മറ്റൊരു വഴിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ മറ്റൊരു വഴിയെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന വഴിയാണ്. അതിനെക്കുറിച്ച് സദൃശവാക്യം ഓർപ്പിക്കുന്നത് 1 അധ്യായം 31 വാക്യം, അവർ സ്വന്തം വഴികളിൽ നടന്നു എന്നാണ്. തിരുവെഴുത്ത് വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും മറ്റ് നിരവധി ഭാഗങ്ങളിൽ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ജനത്തെ നടത്തുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന് ജീവിച്ചതായി വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനിയായിരുന്നു ആഹാബ് രാജാവ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ നടന്ന് എന്ന് വായിക്കുന്നു. ആഹാബിൻ്റെ മകനായിരിക്കുന്ന അഗസ്യാവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെ വഴികളിൽ നടന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു, വിഗ്രഹങ്ങളെ നമസ്കരിച്ചു എന്നാണ്. മാത്രമല്ല 2 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായത്തിൽ മനശ്ശയെക്കുറിച്ച് വായിക്കുന്നത് അവൻ തൻ്റെ പിതാവിൻ്റെ വഴിയിൽ നടക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു എന്നാണ്. മനശ്ശയുടെ മകനായിരിക്കുന്ന ആമോനെക്കുറിച്ച് വായിക്കുന്നത് അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിൽ നടക്കുകയും വിഗ്രഹങ്ങളെ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞു. 107 സങ്കീർത്തനം 7 വാക്യത്തിൽ അവനവരെ ചൊവ്വയുള്ള വഴികളിൽ നടത്തി എന്ന് വായിക്കുവാൻ കഴിയുന്നു. ദൈവം തൻ്റെ ജനത്തെയും താൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ചൊവ്വയുള്ള വഴികളിൽ, നേരായ വഴികളിലാണ് നടത്തിയത്. എന്നാൽ ജീവിതത്തിൽ നന്മകളും ഉയർച്ചകളും നിരവധി വർദ്ധിച്ചപ്പോൾ അവർ ദൈവത്തെ മറഞ്ഞ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികൾ നടന്ന് എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികൾ നടന്ന ജനത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് 81 സങ്കീർത്തനം 13 വാക്യം, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ വേഗത്തിൽ ഞാൻ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വയറുകളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. മാത്രമല്ല വന്മേത്രമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നും തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു എന്ന് വായിക്കുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവഴിയിൽ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം വിശുദ്ധ ജനമാക്കി സ്വന്തം ജനമാക്കി തീർത്ത ദൈവജനത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാനാണ്. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ
സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ അവൻ്റെ ചട്ടങ്ങളെയും കൽപ്പനകളെയും പ്രമാണിച്ച് നടക്കുന്നതിനാണ്, ജീവിക്കുന്നതിനാണ് ദൈവത്തിൻ്റെ വഴിയെന്ന് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. 119 സങ്കീർത്തനം വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിലോടും, യഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, അതിനെ അവസാനത്തോളം ഞാൻ പ്രമാണിക്കും എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക, എന്നാൽ ഭൂമിയെ കൈവശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തുമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിക്കുകയാകുന്നു. ദൈവജനത്തെ സംബന്ധിച്ച് യഹോവയുടെ വഴികളെ പ്രമാണിച്ച് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ വഴികളെ മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന നിരവധി വ്യക്തികളെ കാണുവാൻ കഴിയുന്നു. ഓർക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ് ദൈവജനത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികളെ തേടി, സ്വന്തം ഇഷ്ടങ്ങളെ തേടി ലോകത്തിൻ്റെ പാപത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന നിരവധി പേരെ കാണുവാൻ കഴിയുന്നു. ഞായറാഴ്ച മാത്രം വിശുദ്ധന്മാരായി കടന്നു വരുന്ന നിരവധി പേരെ കാണുവാൻ കഴിയുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു, സ്വന്തം വഴികൾ തേടി പോകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വഴികളെ തേടിപ്പോകുന്നവരെക്കുറിച്ച് സഭാപ്രസംഗി ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണം നടന്നുകൊള്ളുക, എന്നാൽ ഇവയ്ക്ക് നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തും എന്നോർത്തുകൊള്ളുക. 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നു, ഒരുവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ യാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യഹോവയെ ഭയപ്പെടുക, അവൻ്റെ വഴികളിൽ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ആചരിച്ച് നാം അവൻ്റെ വഴിയിൽ നടക്കുന്നെങ്കിൽ ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ ആദരിക്കും, ദൈവം നന്മകളെ കൊണ്ട് നമ്മെ നിറയ്ക്കും. ആകയാൽ ദൈവത്തിൻ്റെ വഴിയിൽ പ്രമാണിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. അതിനായ ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.